ഹായ് ഗൈസ്, ഒരു 60,000 പ്രൈസ് റേഞ്ചിലെ ഒരു നല്ല ബൈക്ക് നോക്കുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ അത് RTR 200 ആണ്. സോ നിങ്ങൾക്ക് ആ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് യമഹയുടെ എഫ് സെഡ് കിട്ടും. പിന്നെ R15V2, കുറച്ച് പഴയ NS, അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. സോ പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ R15ഉം NSഉം ഈസ് മച്ച് ബെറ്റർ ദെൻ RTR. പക്ഷെ ഞാൻ RTR ചൂസ് ചെയ്യാനുള്ള കാരണം ഡ്യുവൽ ചാനൽ ABS ആണ്. കാരണം നിങ്ങൾക്ക് 60,000 റുപ്പീസ് സ്പെൻഡ് ചെയ്തിട്ട് ഒരു ഡ്യുവൽ ചാനൽ ABS കിട്ടുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വെരി ബിഗ് തിങ്. ലൈക്ക് നമ്മൾ ഒരിക്കലും ഡ്യുവൽ ചാനൽ ABSനെ അണ്ടർ റേറ്റ് ചെയ്ത് കാണരുത്. നമ്മളെത്ര തന്നെ ഡിസ്ക് ബ്രേക്കിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും, നല്ല ബ്രേക്ക് കൺട്രോൾ ആണെങ്കിലും ചില സാഹചര്യങ്ങളിൽ നമ്മുടെ കൈവിട്ട് പോകുമ്പോൾ എപ്പോഴും ഡ്യുവൽ ചാനൽ ABS ആണ് നമ്മൾ ലൈഫ് സേവ് ചെയ്യുക. സോ അതൊരു വലിയൊരു പോയിൻ്റാണ്. സോ 60,000 ബഡ്ജറ്റ് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഡ്യുവൽ ചാനൽ ABS കിട്ടണ വേറെ ഒരു ബൈക്ക് ഇല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. കാരണം ആ ഒരു റേഞ്ചിൽ ഡ്യുവൽ ചാനൽ ABS നിങ്ങൾക്ക് എന്തായാലും കിട്ടില്ല. പക്ഷെ RTR ഉണ്ട്. സോ ഇത്തിരി പൈസ കുറഞ്ഞിട്ട് ആ ഒരു പ്രൈസിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്തായാലും RTR നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. കാരണം വൺ തിങ് ഞാൻ പറഞ്ഞ പോലെ ഡ്യുവൽ ചാനൽ ABS. രണ്ടാമത്തെ കാരണം അത്യാവശ്യം നല്ല എഞ്ചിനാണ്. ലൈക്ക് ഒരു ടോപ്പ് ക്ലാസ് എഞ്ചിനൊന്നും അല്ലെങ്കിലും അങ്ങനെ വലിയ എഞ്ചിൻ പണി വരില്ല. അത്യാവശ്യം മെയിൻ്റനൻസ് ചെയ്യാൻ ഫ്രണ്ട്ലി ആണ്. സോ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും നിങ്ങൾക്ക് ലോങ് റൈഡ് എടുക്കാനും കുഴപ്പമില്ല. അതിൻ്റെ റൈഡിങ് പൊസിഷൻ അത്യാവശ്യം നൈസാണ്. പിന്നെ എൻ്റെ എക്സോസ്റ്റ് സൗണ്ട് കൊള്ളാം. സോ അങ്ങനെ നോക്കുമ്പോൾ ഒരു നല്ല പാക്കേജാണ്. ഒരു 60,000 സെക്കൻഡ് ഹാൻഡ് ബഡ്ജറ്റിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഡ്യുവൽ ചാനൽ, സ്ലിപ്പർ ക്ലച്ച്, സോ അങ്ങനത്തെ കുറേ നല്ല നല്ല ഫീച്ചേഴ്സ് വരുന്നുണ്ട്. സോ അധികം ഈ ഒരു വണ്ടീനെ കുറിച്ച് ആരെങ്ങനെ പറഞ്ഞു കേൾക്കാറില്ല, അതൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ. സോ ഐ തിങ്ക് എന്തായാലും നിങ്ങൾ ആ ഒരു വണ്ടി കൺസിഡർ ചെയ്ത് നോക്കും നിങ്ങൾ സെക്കൻഡ്സ് എടുക്കുകയാണെങ്കിൽ.